വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ടീമിൻ്റെ ഇൻ്റർവ്യൂ അത്രത്തോളം വൈറലായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഇൻ്റർവ്യൂ മൂലം സിനിമയുടെ ഹൈപ്പ് വാനോളം ഉയർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാവും, ധ്യാനം ഇരുന്നിട്ട് ബേസിലിനെയും വൈശാഖിനൊക്കെ ഇരുന്ന് നോക്കിയായിരിക്കും ഏറ്റവും കൂടുതൽ ഊക്ക് കിട്ടിയത് ബേസിൽ തന്നെയാണെന്ന് പറയാം. അപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇവരുടെ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. ട്രോളും പലരും പറയുന്നത് ഈ ഇൻ്റർവ്യൂവിലുള്ള ഒരു 50% കോമഡി പടത്തിൽ വർക്കൗട്ടായ പടം ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന രീതിക്കാണ്. അത്രത്തോളം വൻ ഫൺ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് ഇൻ്റർവ്യൂസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ മൊത്തമായിട്ട് ധ്യാനം ഇരുന്ന് ബേസിലിനെ നോക്കുന്നതുകൊണ്ട് ബേസിൽ ഇപ്പോൾ അതിന് മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ആ ഒരു മറുപടി വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അജു വർഗീസാണ് ബേസിലിൻ്റെ മറുപടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. അതായത് അജു വർഗീസ് ഇവരുടെ ഇൻ്റർവ്യൂവിലെ ഒരു ട്രോൾ എന്തോ മറ്റോ ലിങ്ക് ബേസിലിന് അയച്ചു കൊടുത്തപ്പോൾ അതിന് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ധ്യാനിന് ഒരു മറുപടി, അജു വർഗീസിന് ഒരു മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ബേസിൽ ജോസഫ് വന്നിരിക്കുന്നത്. എന്താണ് മെസ്സേജിൽ പറയുന്നതെന്ന് വെച്ചാൽ, കണ്ണ് വയ്യാത്തത് കൊണ്ട് എൻ്റെ ഫുൾ സ്കിൽസും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല, ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഞാൻ അവനെ തറ പറ്റിച്ചേനെ എന്ന രീതിക്ക് ധ്യാനിനെക്കുറിച്ച് വളരെ ഫണ്ണി ആയിട്ട് തന്നെ ബേസിൽ ജോസഫ് അജു വർഗീസിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോൾ അജു വർഗീസ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മെസ്സേജസിലൂടെയും ഈ ഒരു ഇൻ്റർവ്യൂസിലൊക്കെ നമുക്ക് ഇവരുടെ ബോണ്ടിങ് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഇവിടെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് വിടുമ്പോൾ ഓരോ ഇൻ്റർവ്യൂവിലും കയറി വന്നിരുന്നിട്ട് പടത്തിൻ്റെ ഇൻട്രോ പൊളിക്കും, അങ്ങനെയായിരിക്കും തിയേറ്റർ കത്തും എന്ന രീതിക്ക് കയറുന്നത് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സിമ്പിളായിട്ട് കോമഡി കളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിക്കൊണ്ട് തന്നെ പടത്തിൻ്റെ പ്രൊമോഷൻ വേറെ ലെവലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ടീം. ഇതിലൊരു മെയിൻ പങ്ക് ധ്യാൻ ശ്രീനിവാസനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം.